ആഴ്ചയിൽ മദാമയാണ് കാണാൻ പറഞ്ഞിട്ട് പോവുള്ളൂ. ഫോട്ടോ 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 ഒരു ഷെയ്ക്കാൻ എടുത്താൽ മതി. മൂടാനായിട്ട് പോകട്ടോ. ഗൈസ് അപ്പോൾ നമ്മൾ അവിടെ കിടന്നു ചാടിയില്ല ആ ഭാഗത്തൊക്കെ അവിടെ നിന്ന് ഇങ്ങോട്ട് ചാടി 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 ഇവിടെ വരാന്നിട്ട് പിന്നെ അതിലോട്ട് പിന്നെ പോയിട്ട് കയറി. പുതിയ വീട്ടിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ നിങ്ങളുടെ സ്വന്തം കണ്ണപ്പൻ. ഞങ്ങള് ഗോവയിലാണുള്ളത്. അപ്പൊ ഞങ്ങൾ അടിച്ചു പൊളിക്കാനായിട്ട് വന്നതാണ് അല്ലേ? അപ്പൊ എങ്ങനാ പൊളിക്കുമല്ലേ? ഓക്കെ 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 ഓക്കെ. അപ്പോൾ നമ്മളാണ് അഞ്ജന ബീച്ചിലോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നമ്മുടെ വണ്ടിയൊക്കെ റെന്റിന് എടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ പുറകെ നമ്മുടെ അളിയന്മാർ എല്ലാവരും ഉണ്ട്. ഗൈസ് അപ്പോൾ നമ്മളാണെങ്കിൽ വണ്ടി റെന്റിന് എടുത്തേക്ക് കേട്ടോ. അപ്പോൾ നമ്മളിങ്ങനെ പൊക്കോണ്ടിരിക്കുകയാണ്. നമ്മുടെ കിച്ചേട്ടനാണ് വണ്ടി ഓടിക്കുന്നത്. റൈഡർ കിച്ചേട്ടനോടൊപ്പം KD കമ്പനി സന്തുവേട്ടനും ശ്രീധരനും പറക്കുകയാണ്. അപ്പോൾ അടുത്തായിട്ട് നിധി 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 വണ്ണാൻപള്ളി രാജേഷ് കുമാർ കണ്ണാപ്പി കണ്ണാപ്പി നാട കണ്ണാപ്പി നാട കണ്ണാപ്പി ഗോവൻ കണ്ണാപ്പി ഗോവൻ കണ്ണാപ്പി. ഗൈസ് അപ്പം അണ്ണാ ഏത് ബീച്ച് അണ്ണാ? അഞ്ജന ബീച്ച്. ഗൈസ് അപ്പം നമ്മൾ കണ്ട അഞ്ജന ബീച്ചിൽ എത്തിയിട്ടുണ്ട്. ബീച്ചിന്റെ പാർക്കിംഗ് പാർക്കിങ്ങിൽ എത്തിയിട്ടുണ്ട്. അപ്പൊ നമ്മളോട് വന്ന രണ്ട് സുഹൃത്തുക്കളെ കാണുന്നില്ല. 4 സുഹൃത്തുക്കളെ. 2 വണ്ടി 4 പേര്. അവരെങ്ങോട്ട് പോയെന്ന് അറിയത്തില്ല. ഹലോ എവിടാടാ? കാണുമ്പോൾ പരസ്യം കൊടുത്തത് പരസ്യം കൊടുത്തല്ലേ? ആണോ ഗൈസ്? അപ്പം ഇതിന്റെ അപ്പുറത്ത് ബീച്ചാ ഗൈസ്. അപ്പൊ നമുക്ക് അങ്ങോട്ട് പോകാം. ബീച്ച് പോകാം. ഇവിടെ എല്ലാ ബീച്ചും അടുത്തടുത്താട്ടോ. എല്ലാം അങ്ങോട്ട് അപ്പുറം വീടുകളിലെ സത്യം പറഞ്ഞേ ലുക്കാണ് നിന്നതാണ്. സത്യം പറഞ്ഞ ദൈവമായിട്ട് പറഞ്ഞേ കളയൊക്കെ നമ്മളെ ഇവിടുത്തെ ബീച്ച് എന്നൊക്കെ പറഞ്ഞാൽ അടുത്തടുത്താട്ടോ എല്ലാം. നമ്മള് എനിക്ക് തോന്നുന്നു ബീച്ചിൽ കൂടെ നടന്നു പോയി കഴിഞ്ഞാൽ ഓരോ ഏരിയ. അതുപോലെ തന്നെ നമ്മുടെ നാട് പോലെ തന്നെ കറക്റ്റ് നാട്ടിനേക്കാൾ എനിക്ക് തോന്നുന്നു പഴയ കേരളം. അതെ പഴയ കേരളം നാട്ടിൻ പ്രദേശമൊക്കെ കറക്റ്റ് ആയിട്ട് നല്ല വൈബാണ്. കുട്ടിക്കാലത്തേക്കൊക്കെ പോകുന്ന രീതിയിൽ. അവിടെ മുടിഞ്ഞ വെയിലാണ് ഒച്ചേട്ടാ. ഇവിടാണോ അതൊക്കെ ഇതാണോ ബീച്ച്? ഗൈസ് അപ്പോൾ നമ്മൾ ബീച്ചിൽ എത്തിയിട്ടുണ്ട്. അപ്പോൾ ഇവിടെ പണി നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നമ്മുടെ ബാക്കി ഗ്യാങ്ങെല്ലാം അപ്പുറത്തെ സൈഡിലാണ്. അപ്പോൾ നമ്മൾ നേരെ അങ്ങോട്ട് വരണം. അതെ ഇവിടെ ഫുള്ള് പണി നടന്നുകൊണ്ടിരിക്കുക മൊത്തത്തിൽ. ബീച്ച് ഒരു രക്ഷയില്ല, അടിപൊളി കേട്ടോ. തിരമാലയൊക്കെ അടിക്കുന്നുണ്ട്. കിടുക്കം വ്യൂ ആണ് ഗൈസ്. അപ്പോൾ ഗൈസ് അപ്പോൾ കണ്ട നമ്മള് നാടൻ കരിമ്പ് ജ്യൂസ്. അടിപൊളി. ഗൈസ് അപ്പോൾ നിങ്ങൾക്ക് ആർക്കെങ്കിലും ഗോവയിലോട്ട് വരണമെന്നുണ്ടെങ്കിൽ ഞങ്ങൾ താഴെ ഡിസ്ക്രിപ്ഷനിൽ ഒന്നും വേണ്ട എന്തിനായിരുന്നു നേരെ ഞങ്ങൾ കേട്ടോ 6 സഹായം നമ്മൾ ഗോവയിലേക്ക് വരണമെങ്കിൽ ജസ്റ്റ് ട്രെയിൻ കയറുക, ഇവിടെ ഇറങ്ങുക. വണ്ടിയാണ്, സ്കൂട്ടറുണ്ട്. സ്കൂട്ടർ 350 രൂപയുള്ളൂ. പെട്രോൾ അടിക്കുക, പെട്രോളും കുറേ റേറ്റ്. എൻജോയ് അടുത്തടുത്ത സ്ഥലം മൊത്തം. വലിയ പാക്കേജ് ആയിട്ടൊക്കെ പോയി കഴിഞ്ഞാൽ വലിയ പാക്കേജ് എടുത്ത് വലിയ റേറ്റ് പോകേണ്ട ആവശ്യം. റൂം ഇഷ്ടം പോലെ ഉണ്ട്, ചീപ്പ് റേറ്റ്. ഞങ്ങൾ താമസിക്കുന്ന റേറ്റ് കിഡിലെ റൂമാണ് അല്ലേ? റൂമാണ് ഇത് പറഞ്ഞാൽ ഒരു പെർ ഡേ 400 രൂപ പെർ സെറ്റ് വന്നേ. പുള്ളി മെഷീൻ സ്റ്റാർട്ട് ചെയ്തു. ഗൈസ് അപ്പോൾ ഞങ്ങളാണ് അഞ്ജന ബീച്ചിൽ എത്തിയിട്ടുണ്ട്. ഇതാണോ? അതെ അതെ. ബാക്കിയുള്ളവരെ കണ്ടുപിടിക്കണം. അതെ അങ്ങോട്ട് പോവാണ് ഗൈസ്. അപ്പം നൈസ് പ്ലേസും കാര്യങ്ങളൊക്കെ കേട്ടോ. ഇവിടെ വരുമ്പോൾ ഒരു സമാധാനമുണ്ട് ഇല്ലെന്നോ?
ഗൈസ്. അപ്പോൾ അതുപോലെ തന്നെ ഇവിടെ വരുമ്പോൾ നല്ല തണുത്ത കാറ്റ്, നല്ല വൈബാണ്. ഓ നൈസ് ഗൈസ്. അപ്പോൾ നമ്മൾ അഞ്ജന ബീച്ചിൻ്റെ മണ്ണിലൂടെ നമ്മളിങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ് അല്ലേ. അപ്പം നല്ല തണുത്ത കാറ്റൊക്കെ ഉണ്ട് ഗൈസ്. അപ്പം ഇവിടെ ഫുള്ള് ബോട്ടിങ്ങും കാര്യങ്ങളൊക്കെയാണ്. അപ്പോൾ എനിക്കാണെങ്കിൽ ഷോർട്സ് ഇടാൻ പറ്റിയില്ല. അപ്പോൾ എന്തായാലും ഞാൻ ഈ പാനിട്ട് ചാടാൻ വേണ്ടി പോവാണ്. ഇവർ ചാടുന്നുണ്ടോ എനിക്ക് ചാടാൻ വയ്യ. ഗൈസ് അപ്പോൾ അതുപോലെ തന്നെ എൻ്റെ ഗോപ്രോ ആണെങ്കിൽ വെള്ളത്തിൽ ഇറക്കാൻ പറ്റത്തില്ല. അപ്പോൾ എൻ്റെ ഗോപ്രോയുടെ ബട്ടൺ പോയിരിക്കുന്നുണ്ട്, വെള്ളത്തിൽ ഇറക്കാൻ പറ്റത്തില്ല. ഇറക്കി കഴിഞ്ഞാൽ അടിച്ചു പോകും. പിന്നെ വീഡിയോ എടുക്കുന്നുണ്ട്. അപ്പോൾ എന്തായാലും ഞാൻ നന്ദുകൊണ്ട് ഫോട്ടോ തന്നെ വീഡിയോ എടുക്കുന്നത്. ഗൈസ് അപ്പം എനിക്ക് ചാടാൻ പറ്റിയില്ല കേട്ടോ. ഞാൻ എന്തായാലും ഷോർട്സ് എടുക്കുന്നത് ഈ പാൻ്റെ ഈ പാവാടപ്പാടിട്ടുണ്ടോ ഞാൻ വന്നത്. അപ്പോൾ എല്ലാവരും ഷോർട്സ് ഇട്ടുണ്ട്, അവിടെ അടിച്ചു പഠിച്ചോണ്ടിരിക്കുക. എനിക്കപ്പോൾ ഇവിടെ നിന്ന് സഹിക്കുന്നില്ല. അപ്പോൾ നമുക്ക് ചാടിയാലോ? അപ്പോൾ ആവേശം കൊണ്ടുപോയി ചാടിയതാണേ. ഒരു നാവള് വെള്ളം കുടിച്ചു. ഹായ് ബായോ അയ്യോ വേർന്നോ നാം 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 ബോലോ ഏ ആ ബൈ എൻജോയ് എൻജോയ് ഭയ്യ എൻജോയ് നമ്മുടെ നാട്ടിലാണല്ലേ. അതെ അതെ കേരളം ഇങ്ങോട്ട് ഗൈസ്. അത് പറഞ്ഞു വീട്ടിൽ നിന്ന് അമ്മ അത് ഞാൻ വീട്ടിൽ നിന്ന് ഇറങ്ങിയപ്പോ അമ്മയോട് പറഞ്ഞ കടലിൽ ചാടില്ലേ കരക്കീനെ കാണാവൂ. ഇതൊക്കെ അമ്മ കാണണം. അമ്മ വീഡിയോ കാണുന്നുണ്ട് കേട്ടോ ഗൈസ്. അപ്പൊ ഞങ്ങൾ ഈ ബീച്ചിൽ നിന്ന് കയറി കേട്ടോ. അപ്പൊ ഞങ്ങൾ വേറെ എവിടെയാണോ പോന്നെ? പേര് മറന്നില്ല. കാര്യം കാണിക്കണ്ടോ? ഇവിടെ ഇത് കണ്ടോ എന്റെ ഉടുപ്പ് വലിച്ചു കയറി. ആര് കയറി? നീയല്ല കയറി. ഞാനിതല്ലേ കയറിയത്. നീന്തിയപ്പോ കയറി 2000 വില വരുന്നത്. 2000 150 രൂപ. 15 എണ്ണത്തിന് 2000 രൂപ. 15 എണ്ണത്തിന് 2000 രൂപ ഗൈസ്. അപ്പോൾ എന്റെ ഉടുപ്പ് കയറിയിട്ടുണ്ട്. ഇനി പോയി ഷർട്ട് വേറെ വാങ്ങണം. അപ്പോൾ നമ്മൾ നേരെ വേറെ ഏതോ ബീച്ചിലോട്ട് പോകും കേട്ടോ. അപ്പോൾ അവിടെ പോയി ഫുൾ എൻജോയ്മെന്റ് ഗൈസ്. അപ്പോൾ നമ്മൾ ആ ബീച്ചിൽ നിന്ന് പോകുക കേട്ടോ. എന്നാൽ എവിടെയാണ് പോലെ? ബാഗത്തോർ ബീച്ച്. ബാഗത്തോർ ബീച്ചിലോട്ട് നമ്മൾ പൊക്കോണ്ടിരിക്കണം ഗൈസ്. അപ്പം ബാക്കിയെല്ലാം നമ്മുടെ ഗ്യാങ് എല്ലാം പോയിട്ടുണ്ട്. എൻ്റെ ഉടുപ്പ് കീറിപ്പോയി കേട്ടോ. അപ്പോൾ അത് മേടിക്കാൻ വേണ്ടി കയറി സൈസ് കിട്ടിയില്ല. അപ്പോൾ നമുക്ക് നേരെ അവിടോട്ട് പോകാം. അങ്ങോട്ട് പോയിട്ട് നമുക്ക് ഇനിയും പൊളിക്കാം ഗൈസ്. അപ്പോൾ ഇത് ഇവിടുത്തെ സ്കൂളാണ് കേട്ടോ. ഇവിടുത്തെ LP സ്കൂള്. LP സ്കൂളായിരുന്നില്ല. ഉച്ചക്കഞ്ഞിയുടെ സമയമായിരുന്നു കയറി കുടിക്കായിരുന്നു. ഗൈസ് അപ്പോൾ എന്താണ് എൻ്റെ ഷർട്ട് നമ്മൾ മാറിയിട്ടുണ്ട്. നമ്മൾ ഇച്ചയുടെ കടയിൽ നിന്ന് വന്ന് ഒരു 300 രൂപയ്ക്ക് ഷർട്ട് മേടിച്ചിട്ടുണ്ട് ഗൈസ്. അപ്പോൾ ഇതാ എൻ്റെ ഷർട്ട് കേട്ടോ. എൻ്റെ മാലയുണ്ട്. മാല എനിക്ക് നിധി മേടിച്ച് തന്നെ കേട്ടോ. അപ്പോൾ വരുന്നവരും പോകുന്നവരെല്ലാം ഈ മാലയിലോട്ട് വരുന്നത്. ബൈ മാലയുണ്ട്. മാലയുണ്ട്. കൊള്ളാം. ഞാൻ ഓക്കെ 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 അത്രേ ഉള്ളൂ. എല്ലായിടത്തും ഞാൻ പറഞ്ഞല്ലോ കേരളത്തിലെ വലിയ ആളാണ്. കേരളത്തിലെ വലിയ ആളാണ് എനിക്ക്. പാലച്ചോട് ബീച്ച്. പാലച്ചോട് വാഗത്തോർ ബീച്ച് ഗൈസ്. അപ്പം ഷർട്ട് ഒരു രക്ഷയില്ല. ഷർട്ട് രക്ഷയെന്നല്ല, എനിക്ക് ഇഷ്ടപ്പെട്ടു. പക്ഷേ അവസ്ഥ കൊണ്ട് പെട്ടെന്ന് മേടിച്ച്. ഇച്ചയാണെങ്കിൽ 300 രൂപ 400 രൂപ പറഞ്ഞു. പിന്നെ 300 രൂപ പറഞ്ഞു. 300 പിന്നെ അവർ താക്കുന്നില്ല. പിന്നെ 250യോ 250 രൂപയ്ക്ക് മേടിച്ചിട്ടുണ്ട് ഗൈസ്. അപ്പോൾ എൻ്റെ ഗോപ്രോയുടെ ചാർജും തീരാട്ടുണ്ട്. അപ്പോൾ നമ്മൾ നേരെ ബീച്ചിലോട്ട് പോവുകയാണ്. നമ്മുടെ ടീംസ് എല്ലാം വരുന്നതേ ഉള്ളൂ കേട്ടോ ഗൈസ്. അപ്പോൾ വേണ്ട ഞാനും നിങ്ങൾ രണ്ടോളം വാഗത്തോർ ബീച്ചിൽ എത്തിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ ആളിയന്മാരൊന്നും എത്തിയിട്ടില്ല. നമ്മളപ്പോൾ ഇവിടെ ഞങ്ങൾക്ക് വൈബും കാര്യങ്ങളൊക്കെ അടിക്കുവാണ്. അപ്പോൾ ഇവിടെ ഒത്തിരി പിള്ളേരും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. എങ്ങനെ ഇവിടെ ഇറങ്ങണ്ടേ? പിന്നെ ഇറങ്ങാം ഗൈസ്. അപ്പോൾ നമ്മുടെ കുറച്ച് സബ്സ്ക്രൈബേഴ്സിനെ കിട്ടുന്നുണ്ട്. ഓക്കെ 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 അവിടെ ഏത് കോളങ്ങനെ വരുന്നത്? പാലക്കാട്. ഓക്കെ ഓക്കെ പൊളിക്ക് ഗൈസ്. അപ്പോൾ നമ്മൾ കുറച്ച് നമ്മുടെ പിള്ളേരെ കണ്ടിരിക്കുകയാണ്. സീന ഇത് കണ്ടോ? ഫുള്ള് കല്ലാണേ.
ഹേ ഗൈസ്, അപ്പോൾ നിങ്ങൾ ഒരു അടിപൊളി ഒരു പ്ലേസ് ഞാൻ കാണിച്ചു തരാം കേട്ടോ. അടിപൊളി ഒരു വ്യൂ പോയിന്റ്. അടിപൊളി എന്ന് പറഞ്ഞാൽ അടിപൊളി, നിങ്ങൾ കാണുമ്പോൾ മനസ്സിലാവല്ലോ. അടിപൊളി ഇല്ലെന്നാ ബീച്ചിൻ്റെ ഏരിയ. അതെ അതെ ഗൈസ്, അപ്പോൾ നമ്മൾ നേരെ വാഗത്തോർ ബീച്ചിലെത്തിയിരിക്കുകയാണ്. അപ്പോൾ എല്ലാവരും കണ്ടുപിടിച്ചിട്ടുണ്ട് ഗൈസ്. അപ്പോൾ ഇവിടെ ഒരു രക്ഷയില്ല കേട്ടോ. അടിപൊളി എന്ന് പറഞ്ഞാൽ അടിപൊളി വൈബും കാര്യങ്ങളൊക്കെയാണ്. അപ്പം ഇവിടെ വലിയ തിരയും കാര്യങ്ങളൊന്നും ഇല്ല കേട്ടോ. ഞാൻ നമ്മുടെ കിച്ചേട്ടൻ ഇവിടെ ഒറ്റ തിരിഞ്ഞ് നടപ്പുണ്ട്. കിച്ചേട്ടോ എങ്ങനെയാ പൊളിക്കുമല്ലേ? പിന്നല്ല. അടുത്ത ഗൈസ് അപ്പം പറ എന്താ പറയാൻ വന്നേ? അടുത്ത ബീച്ചിൽ ചാടാന്ന്. അതെ ഗൈസ്, അപ്പോൾ ഇവിടെ വലിയ തിരയും കാര്യങ്ങളൊന്നും ഇല്ല. നമ്മൾ ആദ്യമേ കുളിച്ചെടുത്ത് ഭയങ്കര തിരയും കാര്യങ്ങളൊക്കെ ആയിരുന്നേ ഗൈസ്. അപ്പോൾ ഇവിടെ ചാടണോ വേണ്ടയോ എന്ന് തീരുമാനിക്കാം. ചാടുന്നുണ്ടോ? പക്ഷെ നമ്മൾ അവിടുത്തെ തിരക്കാലം കുറവാണ് ഗൈസ്. അപ്പോൾ ഇവിടെ ഗൈസ് അപ്പോൾ ഞാൻ കടലിൽ ചാടാൻ വേണ്ടി പോവാണ്. എന്നെ മൂടാനായിട്ട് പോകും കേട്ടോ. അപ്പോൾ മൂടിക്കും. മണിക്കൂറായിട്ടുള്ള ടച്ച് വർക്ക് പാടാ കേട്ടോ. ഇവിടെ അവിടെ നിറയുന്നില്ല. അടിപൊളി നാടത്തേപ്പോടെ നാടത്തേപ്പ് കുളിക്കാൻ ഗൈസ്. അപ്പോൾ വയ്യ സത്യം പറഞ്ഞ ഈ എന്താ പറയുന്നത്, ആ മണലിൻ്റെ അടിയിൽ എന്നെ കുഴിച്ചിട്ടില്ലേ, എൻ്റെ കാലിനാണ് ഫുള്ള് മസിലും കാര്യങ്ങളൊക്കെ ഒരു പിടിച്ചാണ് സൂര്യായി പറയണ്ട. അപ്പോൾ അതുകൊണ്ട് നമ്മുടെ അവരെല്ലാം അങ്ങോട്ട് പോയിട്ടുണ്ടേ. അപ്പോൾ നമ്മളും അങ്ങോട്ട് പോവേ. ഓക്കെ ഗൈസ്, അപ്പോൾ നമ്മൾ നേടെ ബീച്ചിൽ നിന്ന് കയറിയിട്ട് അതിനിപ്പുറത്ത് വേറെ സ്പോട്ടുണ്ട്. ചബോറ സ്പോട്ടിലെത്തിയിട്ടുണ്ട്. അതെ മലയാളത്തിൽ ആനന്ദമൊക്കെ ഷൂട്ട് ചെയ്യുന്ന സ്പോട്ടുണ്ട്. നമ്മൾ പൊക്കോണ്ടിരിക്കുകയാണ്. ഓ ഇത് താഴെ മതിയായിരുന്നു, വയ്യ കേറാൻ വയ്യ. കഴിച്ചപ്പോ മണ്ടയ്ക്ക് പോണം. നൈസ് പ്ലേസ് കഴിച്ചപ്പോ ഒരു രക്ഷയില്ല. മണ്ടയ്ക്ക് തുറന്നു അപ്പോൾ അതേ മണ്ടയ്ക്ക് വരെ പോകണം ഗൈസ്. അപ്പോൾ എൻ്റെ ഗോപ്രോ ചാർജ് തീർന്നുകൊണ്ടോ, അല്ല നമുക്ക് ഇനിയും പൊളിയാക്കായിരുന്നേ. എന്താണെന്ന് വെച്ചാൽ വീട്ടിൽ നിന്ന് ക്യാമറ എടുത്തപ്പം ചാർജ് ചെയ്തില്ലായിരുന്നു. എനിക്കൊരു 40% മാത്രമേ ഉള്ളായിരുന്നു ചാർജ്. പെട്ടെന്ന് എടുത്തിങ്ങ് ഇറങ്ങി. അയ്യോ മല കയറാൻ വയ്യ ഗൈസ്. അന്ന് കുഴപ്പമില്ലല്ലോ. എന്താ അടുത്ത വലിഞ്ഞോ ഏണിയല്ലോ ഗൈസ്. അപ്പോൾ നമ്മൾ എത്തിയിട്ടുണ്ട്. ഇനി ഇതിൻ്റെ അകത്ത് കയറിയാലേ അറിയത്തുള്ളൂ ഗൈസ്. അപ്പം ഹെവി ഒന്നും പറയണ്ട, അടിപൊളി തണുത്ത കാറ്റ് കേട്ടോ. നമ്മൾ ഇത്ര നേരം നടന്ന് കയറി വന്ന ക്ഷീണമാവും പോയി. തണുത്ത കാറ്റ് നടക്കാത്തതുണ്ട്. എന്താ മോനെ ഗൈസ്. അപ്പോൾ നമ്മൾ സ്ഥലത്ത് എത്തിയിട്ടുണ്ട് കേട്ടോ.
ഗൈസ് അപ്പോൾ നമ്മൾ അവിടെ കിടന്ന് ചാടിയില്ലണ്ണ ആ ഭാഗത്തൊക്കെ അവിടെ നിന്ന് ഇങ്ങോട്ട് ചാടി 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 ഇവിടെ വരെ വന്നിട്ട് പിന്നെ അതിലോട്ട് പിന്നെ പോയിട്ട് കയറി വന്നു. ഇങ്ങോട്ടണ്ണ ഇങ്ങോട്ടണ്ണ ഇതാരീ ഗൂഹിക്കത്ത്. അപ്പോൾ ഒന്നും പറയാനില്ല കേട്ടോ. അതിമനോഹരമായ ഒരു വ്യൂ പോയിന്റ് ആണിത്. നീ കണ്ടപ്പോൾ മനസ്സിലാവല്ലോ, അടിപൊളി എന്ന് പറഞ്ഞാൽ അടിപൊളി. അപ്പോൾ എല്ലാവരും എന്താ പറയുന്നത്, ഇവിടെ വന്നപ്പോൾ വരുമ്പോൾ ഈ സ്ഥലവും വിസിറ്റ് ചെയ്യാം. അതെ അതെ, നമ്മൾ ആ ബീച്ചിൽ കിടന്ന് ചാടിയതിൻ്റെ ആ ക്ഷീണം മാറി. ഇവിടെ നമ്മൾ ആ ഇത് കണ്ടപ്പോഴാണ് എനിക്ക് മാറി. ആ തണുത്ത കാറ്റൊക്കെ അടിച്ചു. അല്ല എനിക്ക് ക്ഷീണം ഉണ്ടായിരുന്നു. ഞാൻ ആ സ്റ്റെപ്പ് കയറി വന്നപ്പോൾ ചത്ത് ചെയ്യാൻ രണ്ടിച്ചമാരെ ഫോളോ ചെയ്ത് പോയതിന്റെ ക്ഷീണം. ആ ഇത് കരയായിരുന്നു, കരയ്ക്കുമായിരുന്നു. ഗൈസ് അപ്പോൾ ഒരു രക്ഷയില്ല കേട്ടോ. അടിപൊളി എന്ന് പറഞ്ഞാൽ അടിപൊളി പ്ലേസ് ആണ് കേട്ടോ. അപ്പോൾ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ വീഡിയോ എടുക്കാനും പറ്റിയില്ല. ഈ എന്താ പറഞ്ഞത്, ആസ്വദിച്ചങ്ങ് പോയി, ലയിച്ച് പോയി, അത്രേ ഉള്ളൂ. അതുപോലെ തന്നെ ഗോപ്രോയുടെ ചാർജും തീർന്നു പോയി. ഗൈസ് അപ്പോൾ നേടാ നിങ്ങൾ കാണാൻ പോകുന്നത് നാടൻ സൺസെറ്റ് ആണ്. നല്ല നാടൻ സൺസെറ്റ്. അതെ 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 അതെ. സൂമിങ് ഉണ്ടെന്ന് നോക്കട്ടെ, നമുക്ക് സൂം ചെയ്ത് കാണിക്കാം. ഗൈസ് അപ്പോൾ നമ്മുടെ ഫോണിൻ്റെ ചാർജ് കയറുന്നു, ഗോപ്രോയുടെ ചാർജ് കയറുന്നു, എല്ലാവരുടെയും ഐഫോണിൻ്റെ ചാർജ് കയറുന്നു. അപ്പോൾ നമ്മുടെ പ്രവീണണ്ണൻ്റെ ഫോണിലാണ് അപ്പോൾ വീഡിയോ എടുക്കുന്ന കേട്ടോ. അല്ലണ്ണ അതെ അതെ. അപ്പം ഓക്കെ ഓക്കെ ഓക്കെ. എന്നാൽ ഒരു പാട്ട് പാടണോ? പാട്ട് എനിക്ക് തൊണ്ട വയ്യടാ. ഒരു പാട്ട് പാട്. തൊണ്ട വയ്യ അതാണ്. അണ്ണൊരു പാട്ട് പാടാം. അണ്ണാണ് പാടാൻ. മുന്നിൽ മുക്കിയതാരാണ്, പുല്ലാങ്കുരൊരു പാൽക്കടലാക്കിയതാരാണ്, നമ്മുടെ മടിയിൽ മുടിയും നണിയുടെ കൂടെ. എന്റെ മോനെ നാട്ട് നമ്മുടെ നാടൻ സൂര്യൻ ഇങ്ങനെ നടന്നിരിക്കുകയാണ്. നാടൻ സൂര്യൻ. ഞാനൊരു കാര്യം ചോദിക്കട്ടെ, നമ്മൾ ഇവിടുന്ന് നേരെ ഇങ്ങീ റൂട്ട് വരെ പിടിച്ചു പോയാൽ അങ്ങ് നമ്മളവിടെ ചെല്ലുമോ? ചിലപ്പോൾ ആലപ്പുഴ. എന്നാ ആലപ്പുഴ നേരെ ഇങ്ങനെ ഗോവ കർണാടക ആറുണ്ടല്ലയോ? അങ്ങോട്ട് പോയി ആലപ്പുഴ ചെല്ലും. തോട്ടപ്പള്ളി ബീച്ച് ഇറങ്ങിയിട്ട്. അയ്യോ സൂര്യൻ ഉണ്ടോ? സൂര്യൻ ദുബായ്